എഫിഷ്യൻസിനെ ബേസ് ചെയ്തിട്ടുള്ള അടുത്ത പ്രോബ്ലം നോക്കാം. x1, x2, x3 are three independent observations from a population with mean mu and variance sigma square. If t1 is equal to x1 plus x2 minus x3 and t2 is equal to 2x1 plus 3x2 minus 4x3 are two estimates of mu, compare their efficiencies. സോ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, നമുക്ക് x1, x2, x3 എന്ന് പറഞ്ഞിട്ടുള്ള 3 ഇൻഡിപെൻഡൻറ്റ് ഒബ്സർവേഷൻ ഉണ്ട്. x1, x2, x3 ത്രീ ഇൻഡിപെൻഡൻറ്റ് ഒബ്സർവേഷൻസ്. ഈ ഒബ്സർവേഷൻ എടുത്തിരിക്കുന്നത് നമ്മളൊരു പോപ്പുലേഷൻ എന്നാണ്. ആൻഡ് ദാറ്റ് പോപ്പുലേഷൻ ഇസ് ഹാവിങ് മീൻ മ്യൂ ആൻഡ് വേരിയൻസ് സിഗ്മ സ്ക്വയർ. പറഞ്ഞത് മനസ്സിലായോ? വി ഹാവ് എ പോപ്പുലേഷൻ. ആ പോപ്പുലേഷൻ്റെ മീൻ നമുക്ക് തന്നിട്ടുണ്ട്, വേരിയൻസും നമുക്ക് തന്നിട്ടുണ്ട്. മീൻ എന്താണ്? മ്യൂ ആണ്. വേരിയൻസ് എന്താണ്? സിഗ്മ സ്ക്വയർ ആണ്. നമ്മൾ ആ പോപ്പുലേഷന് 3 ഒബ്സർവേഷൻസ് എടുത്തു, x1, x2, x3. ഈ ഒബ്സർവേഷൻസ് എങ്ങനെയാണ്? പരസ്പരം ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, എന്നിട്ട് ഈ ഒബ്സർവേഷൻസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് 2 എസ്റ്റിമേറ്റേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ് ആ എസ്റ്റിമേറ്റേഴ്സ്? t1ഉം t2. t1 എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? x1 പ്ലസ് x2 മൈനസ് x3. t2 എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? 2x1 പ്ലസ് 3x2 മൈനസ് 4x3. ഓക്കെ, സോ ഇനീഷ്യലി നമുക്കൊരു പോപ്പുലേഷൻ ഉണ്ട്. ആ പോപ്പുലേഷൻ്റെ മീൻ തന്നിട്ടുണ്ട്, മ്യൂ ആണ്. വേരിയൻസ് തന്നിട്ടുണ്ട്, സിഗ്മ സ്ക്വയർ ആണ്. നമ്മൾ ആ പോപ്പുലേഷന് 3 ഒബ്സർവേഷൻ എടുത്തു, x1, x2 ആൻഡ് x3. ഈ ഒബ്സർവേഷൻസ് എന്താണ്? ഇൻഡിപെൻഡൻ്റ് ആണ്. ഇനി നമ്മൾ ഈ ഒബ്സർവേഷനെ ബേസ് ചെയ്തിട്ട് 2 എസ്റ്റിമേറ്റേഴ്സ് ഡിഫൈൻ ചെയ്തു. ആദ്യത്തെ എസ്റ്റിമേറ്റർ t1 എന്ന് പറയുന്നത് x1 പ്ലസ് x2 മൈനസ് x3. രണ്ടാമത്തെ എസ്റ്റിമേറ്റർ t2 2x1 പ്ലസ് 3x2 മൈനസ് 4x3. ഈ t1ഉം t2ഉം എന്താണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്? അൺനോൺ പാരാമീറ്റർ മ്യൂ, അതായത് പോപ്പുലേഷൻ മീൻ മ്യൂ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ t1ഉം t2ഉം ഉപയോഗിക്കുന്നത്. ഓക്കെ, കമ്പയർ ദെയർ എഫിഷ്യൻസീസ്. ഈ t1ൻ്റെയും t2ൻ്റെയും എഫിഷ്യൻസികൾ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യണം. അതായത് എഫിഷ്യൻസി കമ്പയർ ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്, ഏതാണ് ഏറ്റവും കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ളത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ t1ൻ്റെയും t2ൻ്റെയും വേരിയൻസ് കണ്ടുപിടിക്കുക. എന്നിട്ട് ആ വേരിയൻസുകൾ തമ്മിൽ കമ്പയർ ചെയ്യുക. ഏതിനാണോ ഏറ്റവും കുറവ് വേരിയൻസ് ഉള്ളത്, അതായത് വേരിയൻസ് കുറഞ്ഞിരിക്കുക, ലീസ്റ്റ് വേരിയൻസ് ഉള്ളത് ആയിരിക്കും എന്ത്? മോർ എഫിഷ്യൻറ്റ്. വേരിയൻസ് കുറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തിന് ഇക്വലൻ്റ് ആണ്? എഫിഷ്യൻസി കൂടുക എന്നുള്ളത്. സോ വേരിയൻസ് കുറഞ്ഞത് എന്തായിരിക്കും? കൂടുതൽ എഫിഷ്യൻ്റ് ആയിരിക്കും. ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യാണ്? നമുക്ക് 2 എസ്റ്റിമേറ്റേഴ്സ് ഉണ്ട്, t1ഉം t2യും. അത് ഉപയോഗിക്കുന്നത് മ്യൂ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മൾ ഫസ്റ്റ് ഇത് അൺബയാസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാണ്. ഓക്കെ, സോ നമ്മൾ t1ൻ്റെയും ചിലപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ അത് ആദ്യം അൺബയാസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് പറയൂ കേട്ടോ. അപ്പം എന്താണ്, ജസ്റ്റ് നമ്മൾ എന്തായാലും ഒന്ന് അൺബയാസ്ഡ്നെസ് ചെക്ക് ചെയ്യാണ്. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് t1 ഇസ് ഈക്വൽ ടു മ്യൂ എന്ന് കിട്ടിയെന്ന് വിചാരിക്കുക. അതായത് t1ൻ്റെ എക്സ്പെക്റ്റഡ് വാല്യൂ മ്യൂവിന് ഇക്വലൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? t1 അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഫോർ മ്യൂ ആണെന്ന് പറയാം. t1 മ്യൂവിൻ്റെ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണെന്ന് പറയാം. ഇനി എക്സ്പെക്റ്റേഷൻ ഓഫ് t1 നോട്ട് ഈക്വൽ ടു മ്യൂ എന്നാണെങ്കിൽ എന്തായിരിക്കും? t1 ഒരു ബയസ്ഡ് എസ്റ്റിമേറ്റർ ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യാണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് t1 കമ്പ്യൂട്ട് ചെയ്യാണ്. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് t1 എന്ന് പറയുന്നത് എന്തായിരിക്കും? t1 എന്ന് പറയുന്നത് x1 പ്ലസ് x2 മൈനസ് x3. നമ്മൾ എന്ത് ചെയ്യാണ്? t1ൻ്റെ എക്സ്പെക്റ്റഡ് വാല്യൂ എടുക്കുകയാണ്. അതായത് എക്സ്പെക്റ്റേഷൻ ഓഫ് x1 പ്ലസ് x2 മൈനസ് x3. ഓക്കെ, ഒന്നുമില്ല, t1 എന്ന് പറയുന്നത് x1 പ്ലസ് x2 മൈനസ് x3 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ എക്സ്പെക്റ്റഡ് വാല്യൂ എടുക്കുന്നു. സോ t1ന് എക്സ്പെക്റ്റേഷൻ കൊടുത്തു. അതിൻ്റെ ഇപ്പോഴത്തെ സൈഡിലെ ടേമിലെ x1 പ്ലസ് x2 മൈനസ് x3 അതിനും എക്സ്പെക്റ്റേഷൻ കൊടുത്തു. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പെക്റ്റേഷൻ ഓരോ ടേമിനും കൊടുക്കാം. സോ x1 പ്ലസ് x2 മൈനസ് x3 ഓരോ ടേമിനും എക്സ്പെക്റ്റേഷൻ കൊടുക്കുമ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് x1 പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് x2 മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് x3 എന്ന് കിട്ടും. ഇതിൽ x1, x2, x3 ഇൻഡിപെൻഡൻറ്റ് ഒബ്സർവേഷൻ ഫ്രം എ പോപ്പുലേഷൻ വിത്ത് മീൻ മ്യൂ ആണ്. സോ എക്സൈസ് എന്താണ് ഫോളോ ചെയ്യുന്നത്? എക്സൈസിൻ്റെ എക്സ്പെക്റ്റഡ് വാല്യൂ മ്യൂ ആണെന്ന് തന്നിട്ടുണ്ട്. എക്സ്പെക്റ്റേഷൻ ഓഫ് xi ഇസ് മ്യൂ ഫോർ i ഇസ് ഈക്വൽ ടു 1, 2, 3. അതിൻ്റെ വാല്യൂ 1 ആണെന്ന് വിചാരിക്കുക. അതായത് എക്സ്പെക്റ്റേഷൻ ഓഫ് x1 മ്യൂ ആണ്, അതിൻ്റെ വാല്യൂ 2 ആണെന്ന് വിചാരിക്കുക. എക്സ്പെക്റ്റേഷൻ ഓഫ് x2 മ്യൂ ആണ്, അതിൻ്റെ വാല്യൂ 3 ആണെന്ന് വിചാരിക്കുക. എക്സ്പെക്റ്റേഷൻ ഓഫ് x3യും മ്യൂ ആണ്. സോ നമുക്കിവിടെ എന്താ വന്നിട്ടുള്ളത്? എക്സ്പെക്റ്റേഷൻ ഓഫ് x1 മ്യൂ, എക്സ്പെക്റ്റേഷൻ ഓഫ് x2യും മ്യൂ, എക്സ്പെക്റ്റേഷൻ ഓഫ് x3യും മ്യൂ. സോ മ്യൂ പ്ലസ് മ്യൂ മൈനസ് മ്യൂ. മ്യൂ പ്ലസ് മ്യൂ എന്താ? 2 മ്യൂ മൈനസ് മ്യൂ. 2 മ്യൂ മൈനസ് മ്യൂ എന്ന് പറയുന്നത് 2 മ്യൂന്ന് 1 മ്യൂ കുറയ്ക്കുമ്പോൾ മ്യൂ എന്ന് കിട്ടും. സോ നമുക്ക് എന്ത് കിട്ടി? എക്സ്പെക്റ്റേഷൻ ഓഫ്
T1 is equal to എന്ന് കിട്ടി. What does that imply? Expectation of T1 മ്യൂന് ഈക്വൽ ആണെങ്കിൽ T1 എന്താണ്? T1 അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് മ്യൂവിൻ്റെ ഒരു അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണെന്ന് കിട്ടി. ഇനി ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക? T2ൻ്റെ എക്സ്പെക്റ്റഡ് വാല്യൂ എടുക്കാം. ഓക്കെ, T2ൻ്റെ എക്സ്പെക്റ്റഡ് വാല്യൂ എടുക്കുമ്പോൾ എന്താ കിട്ടുക? T2 എന്ന് പറയുന്നത് എന്താണ്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ. T2 is 2x1 plus 3x2 മൈനസ് 4x3. ഓക്കെ, ഇനി നമ്മൾ എക്സ്പെക്റ്റേഷൻ ഓഫ് T2 എടുക്കുക. അതായത് എക്സ്പെക്റ്റേഷൻ ഓഫ് 2x1 പ്ലസ് 3x2 മൈനസ് 4x3. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? എക്സ്പെക്റ്റേഷൻ ഓരോ ടേമിനും കൊടുക്കുക. എക്സ്പെക്റ്റേഷൻ ഓഫ് 2x1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് ഇങ്ങനെ എഴുതാം, 2 ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് x1 എന്ന് എഴുതാം. എക്സ്പെക്റ്റേഷൻ ഓഫ് 3x2 അല്ലേ, പ്ലസ് 3 ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് x2. അടുത്തത് എക്സ്പെക്റ്റേഷൻ ഓഫ് മൈനസ് 4x3 വിച്ച് വി ക്യാൻ റൈറ്റ് ആസ് മൈനസ് 4 ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് നമ്മളിവിടെ ഇതല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്, എക്സ്പെക്റ്റേഷൻ ഓഫ് T2. ഓക്കെ, സോ 2 ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് x1 പ്ലസ് 3 ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് x2 മൈനസ് 4 ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് x3 എന്നാണ്. ഓക്കെ, സോ 2 ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് x1 എന്താ? മ്യൂ. എക്സ്പെക്റ്റേഷൻ ഓഫ് x2 എന്താ? മ്യൂ. സോ 3 മ്യൂ മൈനസ് 4 ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് x3 എന്താ? മ്യൂ. സോ 2 മ്യൂ പ്ലസ് 3 മ്യൂ 5 മ്യൂ മൈനസ് 4 മ്യൂ. 5 മ്യൂന്ന് 4 മ്യൂ കുറച്ചാൽ മ്യൂ കിട്ടും. ഇതിലിവിടെ വൃത്തിയിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. സോ ഞാൻ ഇങ്ങനെ എഴുതുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്നത് നിങ്ങൾ ടെക്സ്റ്റിലുള്ള ഈ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഞാൻ ജസ്റ്റ് അതെങ്ങനെ എക്സ്പാൻഡ് ചെയ്തു കൂടെ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. സോ നമുക്ക് ഫൈനലി എന്ത് കിട്ടി? എക്സ്പെക്റ്റേഷൻ ഓഫ് T2ൻ്റെ വാല്യൂ മ്യൂന് ഈക്വലൻ്റ് ആണെന്ന് കിട്ടി. വാട്ട് ഇസ് ദാറ്റ് ഇംപ്ലൈസ്? T2 ഇസ് ആൻ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് മ്യൂ. T2 എന്താണ്? മ്യൂവിൻ്റെ ഒരു അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ആണെന്ന് കിട്ടി. ആദ്യത്തെ കേസിൽ നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് T1 ഇസ് ഈക്വൽ ടു മ്യൂ എന്ന് കിട്ടിയിരുന്നു. അതായത് മ്യൂവിൻ്റെ ഒരു അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ആണ് T1. രണ്ടാമത്തെ കേസിൽ നമുക്ക് എന്ത് കിട്ടി? എക്സ്പെക്റ്റേഷൻ ഓഫ് T2 ഇസ് ഈക്വൽ ടു മ്യൂ എന്ന് കിട്ടി. വാട്ട് ഇസ് ദാറ്റ് ഇംപ്ലൈ? മ്യൂവിൻ്റെ ഒരു അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ആണ് T2. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ എഫിഷ്യൻസീസ് ആണ് നോക്കേണ്ടത്. ഏതാണ് ഏറ്റവും കൂടുതൽ എഫിഷ്യൻ്റ് എന്ന്. അതായത് നമ്മൾ എന്ത് ചെയ്യുക? ഓരോന്നിൻ്റെയും വേരിയൻസ് കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, സോ ആദ്യം നമ്മൾ കണ്ടുപിടിക്കുന്നത് വേരിയൻസ് ഓഫ് T1 ആണ്. T1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x1 പ്ലസ് x2 മൈനസ് x3. സർ T1 ഇതാ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, x1 പ്ലസ് x2 മൈനസ് x3. സി T1 എന്ന് പറയുന്നത് x1 പ്ലസ് x2 മൈനസ് x3. സോ വേരിയൻസ് ഓഫ് T1 എങ്ങനെ എഴുതാം? വേരിയൻസ് ഓഫ് x1 പ്ലസ് വേരിയൻസ് ഓഫ് x2. ഈ മൈനസ് x3 എന്നുള്ളത് എന്താണ്? നമ്മൾ വേരിയൻസ് അപ്ലൈ ചെയ്യുമ്പം പ്ലസ് വേരിയൻസ് ഓഫ് x3 എന്നാവും കേട്ടോ. സോ ആ -1നെ നമ്മൾ ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ -1ൻ്റെ സ്ക്വയർ, ദാറ്റ് ഈസ് +1. വേരിയൻസ് ഓഫ് -x3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സി -1 ഇൻറ്റു x3 അല്ലേ. സോ ആ -1നെ വേരിയൻസിൻ്റെ പുറത്തേക്ക് എടുക്കുമ്പം എന്താവും? -1 സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് x3 എന്നാവും. സോ -1ൻ്റെ സ്ക്വയർ എന്താ? 1. സോ വേരിയൻസ് ഓഫ് x3 തന്നെ. ഓക്കെ, പിന്നെ നമുക്കിതിൽ എന്താണ്? x1ഉം x2ഉം x3യും ഇൻഡിപെൻഡൻ്റ് ആണ്. സോ കൊവേരിയൻസ് ടേം ഒന്നും വരില്ല. സോ ജസ്റ്റ് വേരിയൻസ് ഓഫ് x1 പ്ലസ് വേരിയൻസ് ഓഫ് x2 പ്ലസ് വേരിയൻസ് ഓഫ് x3. ഇതിൻ്റെ മൂന്നിൻ്റെയും വേരിയൻസ് എന്താ വരിക? സിഗ്മ സ്ക്വയർ ആണ്. സോ നമ്മൾ എടുത്തിരിക്കുന്ന പോപ്പുലേഷൻ്റെ വേരിയൻസ് സിഗ്മ സ്ക്വയർ ആണ്. സോ എക്സൈസ് ൻ്റെ വേരിയൻസ് എന്തായിരിക്കും? സിഗ്മ സ്ക്വയർ ആയിരിക്കും. ഫോർ i ഈസ് ഈക്വൽ ടു 1 2 3. സോ എന്താണ്? സിഗ്മ സ്ക്വയർ പ്ലസ് സിഗ്മ സ്ക്വയർ പ്ലസ് സിഗ്മ സ്ക്വയർ. സോ എന്ത് കിട്ടി? 3 സിഗ്മ സ്ക്വയർ ആണെന്ന് കിട്ടി. വേരിയൻസ് ഓഫ് T1 3 സിഗ്മ സ്ക്വയർ ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ഇതേപോലെ വേരിയൻസ് ഓഫ് T2 കണ്ടുപിടിക്കുക. T2ൻ്റെ വാല്യൂ എന്താണ്? ദാ 2x1 പ്ലസ് 3x2 മൈനസ് 4x3. ഓക്കെ, ജസ്റ്റ് വേരിയൻസ് ഓഫ് T2 കണ്ടുപിടിക്കുക. ആദ്യം എന്താണ്? വേരിയൻസ് ഓഫ് 2x1. വേരിയൻസ് ഓഫ് 2x1 എങ്ങനെ എഴുതാം? വേരിയൻസ് ഓഫ് 2x1, 2 കോൺസ്റ്റൻ്റ് അല്ലേ. സോ വേരിയൻസിൻ്റെ പുറത്തേക്ക് വരുമ്പം അത് സ്ക്വയർ ടേം ആവും. 2 സ്ക്വയർ 4 ഇൻറ്റു വേരിയൻസ് ഓഫ് x1. ഓക്കെ, അടുത്ത ടേം എന്താണ്? 3x2. സോ വേരിയൻസ് ഓഫ് 3x2 എങ്ങനെ എഴുതാം? 3 വേരിയൻസിൻ്റെ പുറത്തേക്ക് വരുമ്പം സ്ക്വയർ ടേം ആവും. സോ 9 ഇൻറ്റു വേരിയൻസ് ഓഫ് x2. അടുത്തത് എന്താണ്? -4x3 അല്ലേ. അതിൻ്റെ വേരിയൻസ് വരുമ്പോൾ മൈനസ് എന്നുള്ളത് പ്ലസ് ആവും. ആൻഡ് 4ൻ്റെ സ്ക്വയർ 16 വേരിയൻസ് ഓഫ് x3. ഓക്കെ, സോ 4 സിഗ്മ സ്ക്വയർ
പ്ലസ് 9 സിഗ്മ സ്ക്വയർ പ്ലസ് 16 സിഗ്മ സ്ക്വയർ. വേരിയൻസ് ഓഫ് x1 വേരിയൻസ് ഓഫ് x2 വേരിയൻസ് ഓഫ് x3 മൂന്നും എന്താണ്? സിഗ്മ സ്ക്വയർ ആണ്. സോ ഇത് മൂന്നും കൂടെ ആഡ് ചെയ്താൽ എത്ര വരിക? 9 സിഗ്മ സ്ക്വയറും 4 സിഗ്മ സ്ക്വയറും 13 സിഗ്മ സ്ക്വയർ അല്ലേ, പ്ലസ് 16 സിഗ്മ സ്ക്വയർ. 6 3 9 1 2 29 സിഗ്മ സ്ക്വയർ എന്ന് കിട്ടി. സോ വേരിയൻസ് ഓഫ് T1ൻ്റെ വാല്യൂം കിട്ടിയിട്ടുണ്ട്, വേരിയൻസ് ഓഫ് T2ൻ്റെ വാല്യൂം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, വേരിയൻസ് ഓഫ് T1 എത്രയാണ് വന്നത്? വേരിയൻസ് ഓഫ് T1 വന്നിട്ട് 3 സിഗ്മ സ്ക്വയർ, വേരിയൻസ് ഓഫ് T2 വന്നിട്ട് 29 സിഗ്മ സ്ക്വയർ. 3 സിഗ്മ സ്ക്വയർ ആണോ 29 സിഗ്മ സ്ക്വയർ ആണോ ചെറുത്? 3 സിഗ്മ സ്ക്വയർ അല്ലേ ചെറുത്. അതായത് വേരിയൻസ് ഓഫ് T1 ലെസ് ദാൻ വേരിയൻസ് ഓഫ് T2. വേരിയൻസ് ഓഫ് T1 ലെസ് ദാൻ വേരിയൻസ് ഓഫ് T2 ആകുമ്പോൾ നമുക്ക് എന്ത് പറയാം? T1ൻ്റെ വേരിയൻസ് കുറവാണ് T2ൻ്റെ വേരിയൻസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പം. സോ മിനിമം വേരിയൻസ് ഉള്ളത് T1-നാണ്. സോ കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ളത് ആരാണ്? T1 ആണ്. ഓക്കെ, സോ എഫിഷ്യൻസി കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? വേരിയൻസുകൾ തമ്മിൽ കമ്പയർ ചെയ്യുക. മിനിമം വേരിയൻസ് ഏതിനാണോ ഉള്ളത് അതായിരിക്കും കൂടുതൽ എഫിഷ്യൻറ്റ്. ഓക്കെ, സോ നമ്മൾ ഇതിൽ T1 ആണ് കൂടുതൽ എഫിഷ്യൻ്റ് എന്ന് പറഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? റിലേറ്റീവ് എഫിഷ്യൻസി കമ്പ്യൂട്ട് ചെയ്യാണ് ഓഫ് T2 വിത്ത് റെസ്പെക്ട് ടു T1. സി T1 T2 രണ്ട് എസ്റ്റിമേറ്റേഴ്സ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വേരിയൻസ് ഓഫ് T1 ഡിവൈഡഡ് ബൈ വേരിയൻസ് ഓഫ് T2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ് എഫിഷ്യൻസി ഓഫ് T2 വിത്ത് റെസ്പെക്ട് ടു T1 ആണ്. സോ വേരിയൻസ് ഓഫ് T1 ഡിവൈഡഡ് ബൈ വേരിയൻസ് ഓഫ് T2 കാണാം. വേരിയൻസ് ഓഫ് T1 എന്ന് പറഞ്ഞാൽ 3 സിഗ്മ സ്ക്വയർ, വേരിയൻസ് ഓഫ് T2 എന്ന് പറഞ്ഞാൽ 29 സിഗ്മ സ്ക്വയർ. സിഗ്മ സ്ക്വയറും ക്യാൻസൽ ആവും, ബാക്കി എന്ത് കിട്ടും? 3/29. ഇതാണ് എന്ത്? റിലേറ്റീവ് എഫിഷ്യൻസി ഓഫ് T2, അതായത് ഡിനോമിനേറ്ററിലുള്ളത് റിലേറ്റീവ് എഫിഷ്യൻസി ഓഫ് T2 വിത്ത് റെസ്പെക്ട് ടു ന്യൂമറേറ്ററിലുള്ള T1. ഓക്കെ, ഈ പ്രോബ്ലം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സിമ്പിളാണ്. എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം ഓർത്ത് വെക്കേണ്ടത് എന്താണ്? വേരിയൻസ് കാണാം, വേരിയൻസുകൾ തമ്മിൽ കമ്പയർ ചെയ്യാം. മിനിമം വേരിയൻസ് ആണെങ്കിൽ അതിനായിരിക്കും എന്ത്? അതായത് കുറഞ്ഞ വേരിയൻസ് ഉള്ളതായിരിക്കും കൂടുതൽ എഫിഷ്യൻറ്റ്. ഓക്കെ, ഈ ഒരു കാര്യം മാത്രം ഓർത്താൽ ഇതിൽ എഫിഷ്യൻസിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോബ്ലംസും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ.